الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ അബു ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ല അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 80-ലാണ്. അബു ഇദ്രീസ് ആയിദുല്ലാ ബിൻ അബ്ദില്ലാ അൽ ഖൗലാനി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ പേര് ആയിദുല്ലാ എന്നാണ്. അദ്ദേഹം പറയാണ്, ലഅൻ അറാ ഫിൽ മസ്ജിദി നാറൻ لا أستطيع إطفاءها أحب إلي من أن أرى فيه بدعة لا أستطيع تغييرها. لأن أرى في المسجد نارا, പള്ളിയിൽ തീ ഞാൻ കാണുക എന്നുള്ളത്, പള്ളിയിൽ തീ കത്തുന്നത് കാണുകയാണ്. لا أستطيع إطفاءها, അതിനെ അണക്കാൻ എനിക്ക് സാധിക്കുന്നുമില്ല, അതിനെ കെടുത്താൻ. അപ്പോൾ എനിക്ക് കെടുത്താൻ പറ്റാത്ത, അണക്കാൻ പറ്റാത്ത തീനാളം പള്ളിയിൽ ആളിക്കത്തുന്നത് ഞാൻ കാണുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ? മിൻ അൻ അറാ ഫീഹി ബിദ്അത്തൻ, ആ പള്ളിയിൽ ഒരു ബിദ്അത്ത് ഞാൻ കാണുകയും ലാ അസ്തതീഉ തഗ്യീറഹ, ആ ബിദ്അത്തിനെ അവിടുന്ന് തുടച്ചു നീക്കാൻ, മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് മാറ്റം വരുത്താൻ, തുടച്ചു നീക്കാൻ സാധിക്കാത്തൊരു ബിദ്അത്ത് ആ പള്ളിയിൽ വെച്ച് കാണുക എന്നുള്ളതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണ്? ആ പള്ളിയിൽ തീ കത്തുകയും ആ തീ എനിക്ക് അണക്കാൻ പറ്റുകയും ചെയ്യുന്നില്ല. എനിക്ക് അണക്കാൻ പറ്റാത്ത തീ ആ പള്ളിയിൽ ആളിപ്പടരുന്നത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ആ പള്ളിയിൽ ഒരു ബിദ്അത്ത് സംഭവിക്കുന്നതിനേക്കാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ബിദ്അത്തിനെയാണെങ്കിൽ എനിക്ക് മാറ്റം വരുത്താൻ, അതിനെ തുടച്ചു നീക്കാൻ എനിക്ക് സാധിക്കുന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു പള്ളിയിൽ ബിദ്അത്ത് സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം, ആ പള്ളി കത്തി നശിക്കുന്നതിനേക്കാൾ എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ആ പള്ളിയിൽ തീ കത്തിപ്പടരുക എന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യം ആ പള്ളിയിൽ ബിദ്അത്ത് സംഭവിക്കുക എന്നുള്ളതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്ക്, മഹാന്മാരായ സലഫുകൾ ബിദ്അത്തിനെ എത്രത്തോളം, പുത്തൻ വാദങ്ങളെ, പുത്തൻ ആചാരങ്ങളെ, അത് വിശ്വാസപരമായ ബിദ്അത്താകട്ടെ കർമ്മപരമായ ബിദ്അത്താകട്ടെ, അതിനെത്രത്തോളം ഗൗരവത്തിലാണ് മഹാന്മാരായ മുൻഗാമികൾ കണ്ടിട്ടുള്ളത് എന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പള്ളിയിൽ തീ കത്തിപ്പടരുക എന്നുള്ളത് വിശ്വാസിക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്, ഒരു സംശയമില്ല. പള്ളിയിൽ തീ കത്തുക, പള്ളിയിൽ തീ അണക്കാൻ പറ്റാത്ത രൂപത്തിൽ പള്ളിയിൽ തീ ആളിക്കത്തുക എന്നുള്ളത് എത്ര പ്രയാസം ഉണ്ടായിരിക്കും വിശ്വാസികൾക്ക്. പക്ഷെ അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് വിശ്വാസിക്ക് പള്ളിയിൽ ഒരു ബിദ്അത്ത് സംഭവിക്കുക എന്നുള്ളത്. മഹാന്മാരായ മുൻഗാമികൾ ഇതിന് ഗൗരവത്തിനാണ് കണ്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരന്തരം താക്കീത് ചെയ്തിട്ടുള്ള ഗുരുതരമായ കാര്യമാണ് ഷിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ കാര്യമാണ് ബിദ്അത്ത്. അത് വിശ്വാസപരമായ ബിദ്അത്താകട്ടെ കർമ്മത്തിലുണ്ടാകുന്ന ബിദ്അത്താകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ഈ വിപത്തിനെക്കുറിച്ച് നിരന്തരം താക്കീത് ചെയ്തിട്ടുണ്ട്. ഓരോ ഖുതുബയിലും ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, അതുപോലെ തന്നെ ബിദ്അത്ത് എന്നുള്ളത് പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഏറ്റവും ഷർറായ കാര്യം ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്, അത് ളലാലത്താണ്, അത് നരകത്തിലേക്കാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം താക്കീത് ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബിദ്അത്ത് പോലുമില്ല. പക്ഷേ ശേഷം റസൂലിൻ്റെ കാലശേഷം വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവന്നാണ് ബിദ്അത്ത് എന്നുള്ളത് കൊണ്ട് നിരന്തരം അത് താക്കീത് ചെയ്തു. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അതിന് വലിയ ഗൗരവത്തിനാണ് കണ്ടിട്ടുള്ളത്. നമ്മളും അത് ശ്രദ്ധിക്കണം. ബിദ്അത്ത് ചെറുതായി കാണാൻ പാടില്ല. അത് വിശ്വാസപരമായ ബിദ്അത്താകട്ടെ കർമ്മപരമായ ബിദ്അത്താകട്ടെ ഗൗരവത്തിൽ കാണണം. ഏത് ബിദ്അത്താണെങ്കിലും അതിൻ്റെ ഹുക്ം ഹറാമാണ്. പിന്നെ ബിദ്അത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അതിന് ഏറ്റവ്യത്യാസമുണ്ടാകും. ചില ബിദ്അത്തുകൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും. ബിദ്അത്തുൽ മുകഫിറ എന്ന് പറയും. ബിദ്അത്തിൽ കറാഹത്തായിട്ടുള്ള ഒന്നില്ല, മക്റൂഹായൊരു ബിദ്അത്തില്ല. എല്ലാ ബിദ്അത്തും ഹറാമാണ്.
അങ്ങനെയാണ് അഹ്ലു സുന്ന വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തിനെ നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസപരവും കർമ്മപരവുമായ ബിദ്അത്തുകളെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. അതിൽ ജാഗ്രത പാലിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിദ്അത്തിൽ നിന്ന് സുരക്ഷിതമായൊരു ജീവിതം അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.